മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ പദവിയിൽ നിന്ന് പുറത്താക്കണമെന്ന് പ്രതിപക്ഷം രാജ്യസഭയിൽ നോട്ടീസ് നൽകിയതിൽ ഭരണപ്രതിപക്ഷ പോര്. ഭരണഘടനാ സംവിധാനങ്ങളുടെ സ്വതന്ത്രമായ പ്രവർത്തനത്തിന് തടസ്സം നിൽക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. അതേസമയം ഭരണഘടനാ പദവിയിലിരിക്കാൻ ജ്ഞാനേഷ് കുമാർ അർഹനല്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. PR അരവിന്ദ് ഡൽഹിയിൽ നിന്നും. അരവിന്ദ്, ഗുഡ് മോർണിംഗ്. ഏറെ നാളുകളായി പ്രതിപക്ഷം ഈ നിലയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതാണ്. അദ്ദേഹം നിഷ്പക്ഷനായല്ല പ്രവർത്തിക്കുന്നതെന്നുൾപ്പെടെ ഇപ്പോൾ സമീപനാളിലായി ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയിൽ അദ്ദേഹം ഒരു തരത്തിലുള്ള വിശദീകരണവും ചോദിച്ചില്ല, നടപടിയെടുത്തില്ല എന്നുള്ളതാണ് ഈ ഒടുവിലുണ്ടായ സംഭവം. നിലവിൽ ഈ പ്രതിപക്ഷം നൽകിയിരിക്കുന്ന നോട്ടീസിൽ എന്താണ് ഈ ഭരണപക്ഷത്തിന്റെ ആരോപണം? പ്രതിപക്ഷം അതിനെ നേരിടുന്നതും അതിനെതിരായ അവരുടെ വിമർശനവും ഒക്കെ എങ്ങനെയാണ്? ഇത് രണ്ടാം തവണയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ ഇംപീച്ച് ചെയ്യാൻ ഒരു നോട്ടീസ് പ്രതിപക്ഷം കൊണ്ടുവരുന്നത്. നേരത്തെ കൊണ്ടുവന്ന നോട്ടീസ് ലോക്സഭയിലും രാജ്യസഭയിലും ഒരു പരിശോധന പോലും ഇല്ലാതെ തള്ളുകയായിരുന്നു. അന്ന് 63 രാജ്യസഭാ എംപിമാരും 130 ലോക്സഭാ എംപിമാരുമായിരുന്നു അന്ന് നൽകിയ നോട്ടീസിൽ ഒപ്പിട്ടിരുന്നത്. പക്ഷേ ഇന്നലെ വീണ്ടും ഒരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. 73 എംപിമാർ ഒപ്പിട്ട രാജ്യസഭാ എംപിമാർ ഒപ്പിട്ട നോട്ടീസാണ് ഇപ്പോൾ രാജ്യസഭയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നേരത്തെ നൽകിയതിലും 10 എംപിമാരുടെ കൂടുതൽ ഒരു പിന്തുണ ഇതിൽ നേടാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നു. പക്ഷേ വലിയ വിമർശനം ഇപ്പോൾ BJPയുടെ ഭാഗത്തുനിന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ചൂണ്ടിക്കാണിച്ചത് എന്തിനാണ് ഇത്തരത്തിൽ എംപിമാരെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇത്തരത്തിൽ ഭരണഘടനാ സംവിധാനങ്ങളുടെ സ്വതന്ത്രമായ പ്രവർത്തനത്തെ ഒരു തരത്തിലും എതിർക്കുവാൻ ആരെയും അനുവദിക്കില്ല. ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു ഭരണഘടനാ പദവിയിൽ ഇരിക്കുവാൻ ജ്ഞാനേഷ് കുമാർ അർഹനല്ല. കൃത്യമായി BJPക്കൊപ്പം ചേർന്ന് ഒരു BJP ഡിപ്പാർട്ട്മെന്റ് പോലെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. പ്രതിപക്ഷം നടത്തുന്ന പ്രസ്താവനകളിൽ 24 മണിക്കൂറിനകം വിശദീകരണം തേടുന്ന കമ്മീഷൻ BJPക്കെതിരെ പ്രധാനമായും പ്രധാനമന്ത്രിക്കെതിരെയും അമിത്ഷായ്ക്കെതിരെയും നിരവധി പരാതികൾ പ്രതിപക്ഷം നൽകിയിട്ടും അതിൽ മൗനം പാലിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. 9 ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ പ്രതിപക്ഷം സമർപ്പിച്ച നോട്ടീസിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന് ലംഘനം BJP നേതാക്കൾ നടത്തുമ്പോൾ യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നില്ല. കൃത്യമായി വോട്ട് മോഷണം നടത്തുന്നു, അത് BJPക്ക് അനുകൂലമായ രീതിയിൽ നടത്തുന്ന അടക്കമുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷം ഉയർത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ലോക്സഭയിലും സമാനമായ രീതിയിലുള്ള നോട്ടീസ് ഉടൻ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് നൽകും. നേരത്തെ 130 ലോക്സഭ എംപിമാർ ഒപ്പിട്ടിരുന്നെങ്കിൽ ഇത്തവണ കൂടുതൽ എംപിമാരുടെ പിന്തുണ കൊണ്ട് പുതിയ നോട്ടീസ് നൽകുവാനാണ് പ്രതിപക്ഷം ലക്ഷ്യം വെക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയം വലിയ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ രാജ്യസഭാ അധ്യക്ഷനും ലോക്സഭാ സ്പീക്കറും എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് ഏറെ നിർണായകം. മുൻപ് നൽകിയ നോട്ടീസുകളിൽ യാതൊരുവിധ പരിശോധനകളും ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല. ഒരു കാരണം വ്യക്തമാക്കാതെ നോട്ടീസ് തള്ളുകയായിരുന്നു എന്ന് മാത്രമാണ് ഇരു സഭാ അധ്യക്ഷന്മാരും വ്യക്തമാക്കിയത്. എന്തായാലും സമാനമായ നിലപാട് ഈ നോട്ടീസിനും ഉണ്ടാകും എന്നതാണ് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രിയുടെ ഈ മറുപടിയിൽ നിന്ന് വ്യക്തമാകുന്നത്. അമൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.